നിങ്ങൾ ആൻഡ്രോമെഡ എന്ന് കേട്ടിട്ടുണ്ടോ? മെറ്റയിൽ ആഡ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇനി ആൻഡ്രോമെഡ എന്താണെന്നുള്ളത് അറിയണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ആൻഡ്രോമെഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റയുടെ ഒരു സ്വന്തം മെഷീൻ ലേണിംഗ് സിസ്റ്റം ഡിസൈൻ ആണ്. ആഡ്സ് റെക്കമെൻഡേഷൻ റിട്രീവൽ ചെയ്യാനാണ് ഇവരിത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സിസ്റ്റം. അപ്പൊ എന്താണ് ആഡ്സ് റെക്കമെൻഡേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമുക്കറിയാം മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന്റെ ഫീഡ്സിനകത്തേക്ക് ആഡ്സിനെ പുഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് പറയും. പേഴ്സണലൈസ്ഡ് ആഡ്സ് ചെയ്യുന്നതിനകത്ത് മെറ്റക്ക് ഈ ആൻഡ്രോമെഡ വരുന്നതിന് മുന്നേ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്ത് ഒരു 200 ബില്യൺസ് ആഡ്സിന്റെ അടിയിൽ നിന്ന് ഒരു യൂസറിന്റെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ആഡ്സ് മാത്രം ആ യൂസർക്ക് കാണിക്കുക എന്നുള്ളതാണ് ഈ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റമാണ് ആക്ച്വലി ഈ ആൻഡ്രോമെഡ എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവിഡിയയുടെ ഗ്രേസ് ഹോപ്പർ സൂപ്പർ ചിപ്പും അതേപോലെ MTIA അഥവാ മെറ്റ ട്രെയിനിങ് ആൻഡ് ഇൻഫറൻസ് ആക്സിലേറ്റർ എന്ന് പറയുന്ന ഹാർഡ്വെയറും ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തുള്ള AI സിസ്റ്റം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഈ അടുത്തായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെറ്റേനകത്ത് ക്യാമ്പയിൻ ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങളുടെ റിസൾട്ടിനകത്ത് നല്ലൊരു വേരിയേഷൻസ് വന്നു. നിങ്ങൾക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൺവേർഷൻസ് കുറഞ്ഞു, അതേപോലെ നിങ്ങളെ CPC ഭയങ്കരമായിട്ട് ഹൈ ആയി. ഇതിന്റെ ഒക്കെ ഒരു ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻഡ്രോമെഡ എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ്സ് ആണ്. ആക്ച്വലി 2024 ഡിസംബറിൽ ഈ ഒരു ആൻഡ്രോമെഡനെ കുറിച്ചിട്ട് മെറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അടുത്തായിട്ടാണ് നമുക്കിത് എഫക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. സോ വാട്ട് യു ക്യാൻ ഡു നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റ ടാർഗറ്റിംഗ് ഈസ് ഡെഡ്. ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രിയേറ്റീവ്സിനകത്താണ്. മാക്സിമം നിങ്ങളുടെ ക്രിയേറ്റീവ്സ് ബെറ്റർ ആക്കുക. ഇനി നിങ്ങൾ ടാർഗറ്റിംഗ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. സോ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ആ അപ്ഡേറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മുടെ ക്രിയേറ്റീവ്സ് നമ്മുടെ സ്ട്രാറ്റജീസുകൾ മാറ്റി കൊടുക്കുക.